നമസ്കാരം. ഇന്ന് ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അതേ ഗോതമ്പാണ്, കുത്തിയിട്ടൊന്നുമില്ല. ഇത് നന്നായി കുതിരണം. ഇത് ഗോതമ്പ് കുതിർത്തിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു കഴുകി കുതിർത്തതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് തേങ്ങയിൽ അരക്കുന്ന മാതിരി അരച്ചെടുക്കുക. ഞാൻ മീഡിയം ജാറിലാണ് ഇട്ടിട്ട് അരക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി 1/4 ടീസ്പൂണ് ജീരകം ഇനി അരച്ചെടുക്കാം. ഇത് നന്നായി അരച്ചെടുത്തു. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ, ചെറിയുള്ളി ആണെങ്കിൽ ഒരു 3 എണ്ണം, സവാള വലിയുള്ളി ആണെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതി ചേർക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് അടച്ചാദ്യം ഒന്നുകൂടി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തു. 2 തണ്ട് കറിവേപ്പില ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തവിട് കളയാത്ത ഗോതമ്പായതുകൊണ്ട് ഗോതമ്പ് പൊടിനേക്കാളും ശരീരത്തിന് വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റും കൂടുതലാണ്. എളുപ്പമാണ്. ഗോതമ്പ് പൊടി കലക്കേണ്ട അത്ര സമയം വേണ്ടു. ഇത് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാത്രം കുറച്ച് ചെറുതായിപ്പോയി. പൊടി കലക്കുന്ന അതേ കട്ടിയിൽ കുറച്ചുകൂടി ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. അത്രയും മതി. ഗോതമ്പ് അരച്ച ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം. ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ചുട്ടെടുക്കുന്നത്. പാന് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം. ദോശ മറിച്ചിടുക. ഇതല്ലോ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് കൊള്ളാത്ത കൊണ്ട് ഞാൻ പിന്നെ പാത്രം മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നതുപോലെ ചുട്ടത്. ഞാൻ വെളിച്ചെണ്ണയൊന്നും ആക്കിയില്ല, അവസാനം ആക്കി കൊടുക്കാം. ഇതിൽ വെള്ളം കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു. ഇതൊന്ന് തിരിഞ്ഞ് നോക്കാം. ഇതിൽ വേണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ പച്ചരി ദോശക്ക് ഉഴുന്നില്ലാതെ പച്ചരി അരച്ച് ചൂടുന്ന അതേ കട്ടി മതി. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ഞാൻ ഇത്രയും ദോശ ചുട്ട് കുറച്ചുകൂടി ബാക്കിയുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ട് ദോശ തിരിച്ചും മറിച്ചും എല്ലാ ദോശയും കൂടി ഇങ്ങനെ ഇടുകയും ഫുള്ള് ദോശയും. നോൺ സ്റ്റിക്കായതുകൊണ്ടാണ് ഞാൻ പിന്നെ വെളിച്ചെണ്ണ അതേ ആക്കാണ്ട് ചുട്ടത്. ഇടയ്ക്ക് ഞാൻ വെളിച്ചെണ്ണ ആക്കിയിട്ടും ചുടലുണ്ട്, പിന്നെ ചുട്ടില്ല. പിന്നെ കുറച്ച് നെയ്യ് തടവിയിട്ട് തിരിച്ചും മറിച്ചും ഇടാം. ഞാൻ ഇതിൻ്റെ മീതെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതിങ്ങനെ ചെറു തീ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചും
മറിച്ചും ചേർത്ത് കൊടുക്കും. ചെറിയ തീയിൽ മാത്രം. ഈ ദോശ മീൻകറിയോ മസാലക്കറിയോ ചമ്മന്തിയോ തക്കാളി ചമ്മന്തിയോ എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻസിലൂടെ അറിയിക്കണം.